ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റമദാനില ഇത്തവണത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചെറിയ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഉള്ളൊരു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തിയിരുന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ 2 ദിവസം മുന്നേ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ അത്ര എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് നമ്മൾ ചെറിയ സ്നാക്സൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ കൂടുതലായിട്ട് ഞാൻ ഇത്തവണ ഉണ്ടാക്കിയത് നമ്മൾ മുന്നേ ചെയ്ത മുമ്പത്തെ റംസാനിൽ ചെയ്ത വീഡിയോസിലുള്ള അതേ സ്നാക്സൊക്കെയാണ്. സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. മുളക് വെച്ചിട്ട് ചിക്കൻ ചില്ലി ബൈറ്റ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എങ്ങനെയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ചിക്കൻ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള പോലെ മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് സവാള, ഞാൻ വേറെ ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, സവാള മാത്രമേ അതിലേക്ക് എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് മസാല ചേർക്കാതിരിക്കുന്നതിൻ്റെ ടേസ്റ്റ്. പിന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് എടുക്കുക, അതിൽ നിന്നുള്ള സീഡ്സൊക്കെ കളഞ്ഞിട്ട് മാക്സിമം അതിൽ ഫില്ല് ചെയ്യുക. ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്നാക്സാണ്, പക്ഷേ അത്യാവശ്യം ടേസ്റ്റും ഉണ്ട്, അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മുട്ട, പിന്നെ മൈദയുടെ പൊടി എടുത്തിട്ടുണ്ട്, ഒന്ന് മുക്കി നമുക്ക് മുട്ടയിൽ മുക്കി മൈദപ്പൊടിയിൽ മുക്കിയിട്ട് വേണം ഒന്നുകൂടെ മുക്കിയിട്ട് കോൺഫ്ലേക്സ് ഇല്ലേ അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി, കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം. അതിലും അതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് 2-3 കോട്ടിങ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് കോട്ടിങ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ സൈസ് ഡബിളാവും. അപ്പോൾ അത്യാവശ്യം ഒരു മുളകാണെങ്കിലും നമുക്ക് വലിയൊരു ബജി മുളകിൻ്റെ ഒരു സൈസിൻ്റെ ഏകദേശം അത്രയൊക്കെ വരും. അപ്പോൾ ഇത്തിരി ടൈം എടുക്കും ഇത്, കാരണം ഡബിൾ കോട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഫിക്സ് ചെയ്ത് എടുക്കാനും നല്ലപോലെ കോൺഫ്ലെക്സ് കോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പീസ് എൻ്റെ പ്ലേലിസ്റ്റിലുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിൽ പറയാത്തത്. ഇനി ഇത് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ മുന്നേ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം ഇത് സെറ്റായി. ഇനി അടുത്തത് ചിക്കൻ സ്പ്രിങ് റോൾ ഉണ്ടാക്കാൻ അത്യാവശ്യം വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ പച്ചക്കറികളാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ അത്യാവശ്യം വേണ്ടതൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുക. അത് ഇട്ട് ഒന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് സോയാ സോസും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് വേറെ ചേർക്കാം. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം എല്ലാ കളറും വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ 3 കളറും ചേർത്ത് കൊടുത്താണ്. ഇനി ഇതിൻ്റെ ഷീറ്റിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാട്ടോ സ്പ്രിങ് റോള്. അപ്പോൾ നമുക്ക് വെജ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം, നോണും ചേർത്തിട്ട് ഉണ്ടാക്കുക, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതും അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക. ഇതിനിപ്പോൾ കട്ട്ലറ്റിൻ്റെയാണ്, ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരുപാട് മസാലകൾ ചേർക്കാറില്ല. സവാളയും കുറച്ച് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ചേർത്ത ശേഷം ഇതുപോലെ വേവിച്ച ബീഫ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മസാലയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കുക. അധികം ചേർക്കാതിരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഇങ്ങനത്തെ സ്നാക്സിന് ടേസ്റ്റ് കൂടുതൽ. പിന്നെ മാക്സിമം മീറ്റ് കൂടുതൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ ബ്രെഡ് ക്രംസ് എടുത്തേക്കുന്നത്, അതിലേക്ക് നല്ലപോലെ കോട്ട് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രീസ് ചെയ്യും, എന്നിട്ട് ഒന്നുകൂടെ ഡബിൾ കോട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പം ഇതുപോലെ നല്ല എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പോവുകയില്ല. ഇതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക. മുന്നേ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് നേരത്തെ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് പ്രിപ്പറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മുന്നേ ആയിട്ട് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മൾ കുറച്ച് നഗ്ഗറ്റ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. സ്നാക്സ് കാര്യങ്ങളോർത്ത് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് 2 ദിവസം മുന്നേ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളെല്ലാം ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്.
പിന്നെ നോമ്പിന് ആദ്യത്തെ നോമ്പിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രൂട്ട് സലാഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത റെസിപ്പി തന്നെയാണ്. കസ്റ്റാർഡ് വെച്ചിട്ട് കുറച്ച് വാനില എസൻസ് ഇട്ട് മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ആവശ്യം വേണ്ട ഫ്രൂട്ട്സ് കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പഴം മാത്രം നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കാവുന്നതാണ്. സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. കാരണം ജസ്റ്റ് ഫ്രൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു 3/4 മണിക്കൂറിന് മുന്നേ ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ നഗ്ഗറ്റ്സ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയതല്ല, അത് മാത്രം ഞാൻ വാങ്ങിയതാണ്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സ്നാക്സൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ ആദ്യത്തെ റമളാനിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് സ്നാക്സൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വേണ്ടത് മാത്രം. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. കാരണം എല്ലാം എങ്ങനെയാണെന്നൊന്നും അറിയണമെന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്നാക്സും ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ഒരു 2-3 എണ്ണമൊക്കെ വെച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫ്രൂട്ട് സലാഡും കാര്യങ്ങളും ജ്യൂസൊക്കെ ആയിട്ട് ആദ്യത്തെ റമളാൻ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടിടുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റമളാനിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഇടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക്. താങ്ക് യു.